നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറഞ്ഞ ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ്. എല്ലാവർക്കും കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളതാണ് ഈ പ്രേതാനുഭവങ്ങൾ. അത് മിക്ക ആൾക്കാർക്കും അറിയാം, അത് വരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ വന്നവരുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ പ്രേതങ്ങളുടെ സംഭവങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരിട്ട് പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പ്രേതബാധകൾ, മനുഷ്യ ശരീരത്തിൽ നെഗറ്റീവുകൾ ബാധകൾ വന്ന് അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. വിദേശത്ത് വേണമെങ്കിലും യാത്ര ചെയ്ത് പോകാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇന്ത്യ വിട്ട് പുറത്തു പോകാനുള്ള ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്ത പാസ്പോർട്ട് പോലും സ്വയം നശിപ്പിച്ച് കളയാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും താല്പര്യമില്ലാത്ത കാര്യം. പക്ഷേ ഇന്ത്യക്കകത്ത് ഞാൻ രണ്ടോ മൂന്നോ സ്റ്റേറ്റ് മാത്രമേ പോകാനുള്ളൂ, ബാക്കി എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഞാനിത് നേരിട്ട് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അത് കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, നിത്യം സ്ഥിരമായി എൻ്റെ ഇത് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ പേടിക്കരുത്. പേടിക്കുന്ന സമയത്തിനാണ് ഇത് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടരുത്. ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, ഈ ബാധകൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അത് അപകടകാരികളല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്, അതിനൊന്നും ഒരു സംശയവുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്? നമ്മൾ ഭയപ്പെട്ടാൽ മാത്രമേ ഇത് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അന്തരീക്ഷത്തിൽ വന്നു നിന്ന് നമ്മുടെ ചുറ്റിനും നിന്ന് പല വിധത്തിലുള്ള പ്രകടനങ്ങളും കാണിക്കും. അതായത് നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പലവിധ കാര്യങ്ങളും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ അത് ശരിക്കും അനുഭവിക്കുന്നത് പോലെയോ ഒക്കെ നമുക്ക് പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് പേടിച്ചു പോകും. പേടിക്കുകയാണെങ്കിൽ ഇത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാവരും പറയുന്നത് നമ്മുടെ ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ കേരളത്തിനകത്തൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുണ്ട്. കാനഡയിലൊക്കെ ഇത് ഒരുപാട് ഉണ്ട്. കാനഡയിൽ നിന്ന് വരുന്ന ഒരാളെങ്കിലും ഒരു മാസത്തിൽ ഒരാളെങ്കിലും എന്നെ അന്വേഷിച്ച് എത്താറുണ്ട്. ഇങ്ങനെ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രേതത്തിനെ പിടിക്കാൻ പോയിട്ടുള്ളത് ബാംഗ്ലൂരാണ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പ്രേതത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മളിതിനെ ഭയപ്പെടരുത്. ഇത് നമ്മുടെ ചുറ്റിനും നിന്നിട്ട് കാണിക്കുന്ന പലവിധ കാര്യങ്ങളുമുണ്ട്. നമ്മളുടെ പല തോന്നലുകളാകാം, ചിലപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാകാം. അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ ഭയപ്പെട്ടു പോകരുതെന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി ഒരുപാട് ഈ ഉദാഹരണങ്ങൾ കൂടി പറയുന്നതുണ്ട്. ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് പേടിയുണ്ട്, അതൊക്കെ മാറി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഒരു വിദേശികളെന്ന് വെച്ചാൽ മലയാളികൾ തന്നെയാണ്. അവർ വിദേശത്ത്, അതായത് ഞാൻ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് 10-20 വയസ്സൊക്കെ പ്രായമുണ്ട്. പക്ഷേ ആ കുട്ടികൾ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ അവർ വർഷത്തിലൊരിക്കൽ അവർ നാട്ടിൽ വരും. അപ്പോൾ അവർ അന്യന്മാർ, ചേട്ടന്മാർ, ഏകദേശം ഉള്ളവരെല്ലാം അവിടെ തന്നെയാണ്. അവരുടെ അകന്ന കുറച്ച് ബന്ധുക്കൾ മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ അവർക്കൊരു കുടുംബ വീടുണ്ട്. ഈ കുടുംബ വീടെന്ന് വെച്ചാൽ ഒരു പഴയ തറവാടാണ്. ആ തറവാട് അവർ വരുമ്പോൾ, ഇവരെല്ലാവരും കൂടി വരുമ്പോൾ ഒന്നിച്ച് ആ തറവാട്ടിലാണ് സന്തോഷമായിട്ട് കഴിയുന്നത്. വലിയൊരു പുരയിടത്തിന് നടുക്ക് തറവാടും കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കാലം ചെല്ലുന്തോറും അതിന് പഴക്കമുണ്ടാകും. അത് അടച്ചിട്ടിരിക്കുകയാണ്. മാസത്തിലൊരിക്കൽ ആരോ ഒന്ന് വൃത്തിയാക്കുന്ന ഏർപ്പാടൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഈ വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഈ പൊടിയും ഒക്കെ അലർജിയും കാര്യങ്ങളുണ്ട്. അവർക്ക് അത് അവിടെ പറ്റാതെ വന്നപ്പോഴത്തേക്കും അടുത്ത പ്രാവശ്യം വരുന്നതിന് മുമ്പ് അവർക്കൊരു വീട് വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ചപ്പോൾ ഈ തറവാട് പൊളിച്ച് കളയാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോൾ ഇത് മറ്റൊരു ഭാഗത്തൊരു വസ്തു വാങ്ങിച്ച് അവിടെ അന്ന് ആ സംഭവം നടക്കുന്ന കാലഘട്ടത്തിലുള്ളൊരു പുതിയ ഒരു മോഡൽ വീടൊക്കെ വെക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരുടെ ആൾക്കാരൊക്കെ ഏർപ്പെടുത്തി അവരവിടെ പോയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. 50 സെൻറ്റിന് പുറത്തുള്ള ഒരു വലിയ സ്ഥലം വാങ്ങിച്ചു. ഭയങ്കരമായിട്ടൊരു വീടൊക്കെ വെച്ചു. 2 നില വീടാണ്. ഭയങ്കര കൊട്ടാര സദൃശ്യമായൊരു വീടെന്ന് തന്നെ പറയാം. അപ്പം ആ ഭൂമിയിലെന്ന് പറഞ്ഞാൽ ഇവർ വാങ്ങിക്കുമ്പോൾ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതെല്ലാം പൊളിച്ച് എല്ലാം തറമട്ടമാക്കി പുതിയ വീടും വെച്ചു. വീടൊക്കെ വെച്ച് പാല് കാച്ചിന് ഇവരെല്ലാവരും വിദേശത്തുനിന്നും എല്ലാവരും ഇവിടെ എത്തി. പാല് കാച്ച് സന്തോഷമായിട്ട് എല്ലാവരും പോകും. അപ്പോൾ വിദേശികൾ വെക്കുന്ന വീടല്ലേ. മലയാളികളാണെങ്കിൽ അവർ വിദേശികളെന്നാണ് അറിയപ്പെടുന്നത്. കാര്യം അവർ കുട്ടികൾ പോലും ഈ വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ നാട്ടിൽ വന്നിട്ടുള്ള ഇവിടെ ഒരു കുറച്ച് ദിവസം 1-2 മാസം നിൽക്കും. അത്ര മാത്രമേ അവർക്ക് ഉള്ളൂ. ബാക്കിയൊക്കെ അവർ വിദേശത്താണ്. ഇവരെല്ലാവരും പണ്ട് കാലം തൊട്ടേ ഇവരുടെ മുൻതലമുറ പോലും അവിടെ ആയിരുന്നു ചില ആൾക്കാർ. അതുകൊണ്ട് എല്ലാവരും വിദേശികളെന്നാണ് അവരെ വിളിക്കുന്നത് തന്നെ. അപ്പം വിദേശികൾ വെച്ച് വീട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ
ആ പ്രദേശത്ത് ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ഫാഷനുള്ളതുമായിട്ടൊരു വീടായിരുന്നു. കാരണം കാര്യമായിട്ട് തന്നെ അവർ പാല് കാച്ചുമൊക്കെ നടത്തി. എല്ലാവരും ഉണ്ട്, കുട്ടികൾ ഉൾപ്പെടെ അവിടെ ഉണ്ട്. വന്നിട്ട് ഇവർ താമസമാക്കി ഒരു കുറച്ച് ദിവസം അങ്ങോട്ട്, ചില്ലറ ദിവസം, ഒരാഴ്ചയൊന്നോ കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിലെ താമസിക്കുന്നവർക്ക് ചെറിയ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളെന്ന് വെച്ചാൽ, ഇവരെല്ലാം കൂടെ താഴെ ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ കൂടി ആരോ ഒന്ന് നടന്നിട്ട് ഓടി അങ്ങ് പോകുന്നത് പോലെ. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ ഈ അംഗങ്ങളെല്ലാവരും താഴെയുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെയാണ് അവർ സംസാരവും കാര്യങ്ങളൊക്കെ, ടി വി കാണലോ, അങ്ങനെ എന്തൊക്കെ ഏർപ്പാടുകളുമായിട്ട് അവരവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ മുകളിൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആരുമില്ല. അപ്പോൾ പിന്നെ ഇവർ നേരെ ഓടിപ്പോയി നോക്കുമ്പോൾ ആരുമില്ല. പക്ഷെ അവർ വ്യക്തമായി സ്പഷ്ടമായി കേൾക്കുന്നുണ്ട്, ആരോ ഒരാൾ നടന്നു പോയിട്ട് പെട്ടെന്ന് ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് വരുമ്പോഴത്തേക്ക് ഓടി അങ്ങ് അപ്പുറ ഭാഗത്തേക്കോ എങ്ങോട്ടോ ഓടി പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ആദ്യ ദിവസം അങ്ങനെ തോന്നി. അവർക്കതൊരു ഒന്ന് ശ്രദ്ധിച്ചു, അപ്പം തോന്നലായിരിക്കാം എന്ന് പറഞ്ഞു. രണ്ടാം ദിവസവും ഇവർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ, മറ്റേത് ആദ്യ ദിവസം സന്ധ്യയ്ക്ക് ശേഷമായിരുന്നു, ഇത് ഉച്ചയ്ക്ക് ഇവർ എല്ലാവരും കൂടെ താഴെ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതേ കണക്ക് നടന്നു പോകുന്ന ശബ്ദവും, അത് കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ഇത് ഒരാളെ കേട്ടിട്ട് അയാൾ പറഞ്ഞു, ഇന്നലെ കേട്ടോട് ശബ്ദം കേൾക്കുന്നു. എല്ലാം കൊണ്ട് ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഓടി അങ്ങ് മാറിയും പോയി. അത് വന്നപ്പോൾ ഇവർക്ക് ചെറിയൊരു ഭയപ്പാടിനുള്ള വക കിട്ടി. കുറച്ച് ആൾക്കാർക്ക് അതൊരു പേടി പോലെ തോന്നി. അപ്പം അതിൽ ഒരാൾക്ക് ഇങ്ങനെ ഈ ഗോസ്റ്റിലൊക്കെ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം അയാൾ പറഞ്ഞു, ഇതിങ്ങനെ എന്തോ ഒരു ഗോസ്റ്റിൻ്റെ ഒരു പ്രസൻസ് ആണ്, സ്ഥിരോട് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു അനുഭവം അതിൻ്റെതാണ്. കാരണം ഇത് ഒരാൾ മാത്രമാണ് ഇത് കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ തോന്നലാണെന്ന് വിചാരിക്കും. ഇത് ഇരിക്കുന്ന നമ്മളെല്ലാവരും ഇത് കേട്ടു, മുകളിൽ ആരുമില്ല, ആരും കയറിപ്പോകാൻ സാധ്യതയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ കയറി നോക്കിയല്ലോ, അവിടെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഗോസ്റ്റിൻ്റെ ഒരു പ്രസൻസ് ആണ് എന്ന് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് അയാൾ തന്നെ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു, നമ്മൾ സൂക്ഷിക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും പരസ്പരം അത് ഷെയർ ചെയ്യണം. എന്തെങ്കിലും പ്രതിവിധി, കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രതിവിധി കണ്ടുപിടിക്കണമെന്ന് ഇദ്ദേഹം ആദ്യമേ അങ്ങ് തീരുമാനിച്ചു. പിന്നീട് ഇവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ താഴത്തെ നിലയിൽ തന്നെ ഇവരൊരു ഹാളിലിരുന്ന്, അപ്പോൾ എല്ലാവരും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചൊക്കെയാണ് എപ്പോഴും ഇവരിങ്ങനെ ചിലവഴിക്കുന്നത്. ഹാളിലിരിക്കുമ്പോൾ ബാക്കി മുറികളിൽ വാതിൽ തനിയെ വന്നടയുന്നു. അപ്പോൾ കാറ്റ് കയറാനുള്ള സാധ്യതയൊന്നുമില്ല, കാറ്റൊന്നുമില്ല, ശാന്തമായിട്ട് അന്തരീക്ഷം ശാന്തമായിരിക്കുന്ന സമയത്തിനാണ് ഈ വാതിൽ വന്ന് പഠേന അടിച്ചങ്ങ് അടയും, ഭയങ്കര ശബ്ദത്തോടുകൂടി. അവർ പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചു. വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പം കാറ്റുണ്ടെങ്കിൽ നമുക്ക് ആ ജനൽ വാതിൽ കടക്ക് ഇപ്പം വന്ന് വാതിലടയും എന്നൊക്കെ നമ്മൾ സാധാരണ പരസ്പരം പറയാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ശാന്തമായി ഇരിക്കുന്ന സമയത്തിനാണ് പ്രതീക്ഷിക്കാതെ ഈ വാതിൽ വന്നടയുമ്പോൾ ഇവർ പേടിച്ചു പോകും. അതുപോലെ തന്നെ അടച്ചിരിക്കുന്ന വാതിൽ, കുറ്റിയിടാതെ ഇരിക്കുന്ന വാതിൽ, അപ്പോൾ അകത്തൊരാൾ കിടന്ന്, അവർക്കുണ്ടായ അനുഭവമാണ്. അവർ മുറിക്കകത്തിങ്ങനെ കട്ടിലിൽ കിടന്ന് വായിച്ചുകൊണ്ടൊക്കെ കിടക്കുന്ന സമയത്തിന് ചാരിയിട്ടിട്ടാണ് ഇവർ കിടക്കുന്നത്. ഇവർ നോക്കുമ്പോൾ ആരോ വന്ന് വാതിലിങ്ങനെ തള്ളി തുറന്ന് അകത്ത് കയറുന്നു. തിരിച്ച് ഈ വാതിൽ തിരിച്ച് ആരോ അടയ്ക്കുന്നത് പോലെ അടയുന്നു, പക്ഷെ ആരെയും കാണാനില്ല. ഇതുകൂടി വന്നപ്പോൾ അവർക്ക് പേടി കൂടി. അവർ അടുത്തുള്ള ആരൊക്കെയോ അവർ വിദേശികളാണെങ്കിലും നല്ല വിശ്വാസികളാണ്, കുടുംബക്ഷേത്രമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവിടുന്ന് ആരൊക്കെ കൊണ്ടുവന്നു നോക്കി, അപ്പം പ്രേതമുണ്ടെന്നൊക്കെ പറയുന്നു, എന്തൊക്കെയോ രക്ഷകളൊക്കെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഈ അനുഭവങ്ങളുടെ കാഠിന്യം കൂടി വന്നു. അവിടുത്തെ സ്ത്രീകൾ കുട്ടികളും ഒക്കെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരോ വന്ന് കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ഞെരിക്കുന്നതായിട്ട് തോന്നാണ് സ്ത്രീകൾക്ക്. അവർക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമാണ്. ഇവരിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു പുരുഷനാണ്. അത് ഒറ്റയ്ക്ക് കിടക്കുന്ന സ്ത്രീകൾക്കാണ്. ഇവരുടെ ശരീരത്തിനോട് അയാളിങ്ങനെ അമർന്ന് കിടക്കുന്നു, കൈ ഇങ്ങനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട്, അയാളുടെ കഴുത്തിങ്ങനെ മുഖം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ കാണാം, നോക്കുമ്പോൾ അയാളിങ്ങനെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ വന്നിട്ട് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇവർ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവരെ കയ്യോ കാലോ ഒന്നും അനങ്ങുന്നില്ല. വിളിക്കാമെന്ന് വിചാരിച്ചാൽ അതിനും ഇവർക്ക് സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ പെട്ടച്ചടിച്ച് ഇവരൊന്ന് അനങ്ങി കഴിയുമ്പോൾ പിന്നെ ആരെയും കാണാനില്ല. പിന്നെ മറ്റ് ചിലർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ, ഇവരിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്തിന് ആരോ വന്നിട്ട് നല്ല ഉറക്കത്തിലായിരിക്കും, കാലിലിങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് വലിച്ചിങ്ങനെ നിൽക്കും.
ഇവർ നോക്കുമ്പോൾ ഒരു രൂപം വന്നു നിന്നിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുന്നു. പെട്ടെന്ന് ഇവർ കാല് മടക്കി ചാടി അഴിക്കാൻ നോക്കുമ്പോൾ ഈ രൂപം ഓടി മറയുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. ജോലിക്കാരികൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇവർ ഇപ്പം സ്ലാബിൽ അവിടെ നടന്ന സംഭവങ്ങളാണ്. എന്തെങ്കിലും പാത്രത്തിൽ മലക്കറിയോ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് പാകപ്പെടുത്തി സ്റ്റീൽ പാത്രത്തിൽ പാകപ്പെടുത്തി കഴുകിയിട്ട് ഇത് അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പ് അവിടെ വെച്ചിട്ട് മറ്റെന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആരോ തട്ടിയിട്ടതുപോലെ തറയിൽ വീണു. ഭയങ്കരമായിട്ട് സ്റ്റീൽ പാത്രമാണല്ലോ, ശബ്ദത്തോടുകൂടി ഇങ്ങനെ ചെതറിപ്പോകുന്നു. വീട്ടുകാർ ഓടി വരുമ്പോൾ ആദ്യം വിചാരിച്ചു വേലക്കാരികൾ അബദ്ധം പറ്റിയതാണെന്ന്. പിന്നീട് ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നെ അവർ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി അങ്ങോട്ട് വെക്കുന്ന പാത്രങ്ങൾ, ഡൈനിങ് ടേബിളിൽ വെക്കുന്ന പാത്രങ്ങൾ, ഇതൊക്കെ ആരോ തട്ടിയിടുന്ന കണക്ക് തറയിലേക്ക് വീണ് പൊട്ടി ചെതറിപ്പോകുന്നൊരവസ്ഥ. മൺപാത്രങ്ങളൊക്കെ ആണെങ്കിൽ, സ്റ്റീൽ പാത്രമാണെങ്കിൽ വളരെ ശബ്ദത്തോടുകൂടി വീഴുന്നു. ഇങ്ങനെ അവർക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പേടിപ്പെടുത്തുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും അവർ വെറുതെ ഇരിക്കുന്നില്ല. അവരാരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരല്പം പോലും കുറവ് ഇവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് ഇവർക്ക് തിരിച്ചു പോകാനുള്ളൊരു സമയമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ പേടിച്ച് വിറച്ച് ഇത്രയും സംഭവങ്ങളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇതിനേക്കാളേറെ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ ആ ചില്ലറ ദിവസം കൊണ്ട് അവർക്ക് വീട്ടിലുണ്ടായി. അപ്പോൾ അവരെന്തായാലും തിരിച്ചു പോകാനൊരു സമയമായി. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പെട്ടെന്ന് തന്നെ എല്ലാവരും തിരിച്ചു പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് അവരുടെ ബന്ധുക്കളടുത്ത്, അകന്ന ഒരുപാട് ബന്ധുക്കളുണ്ട്, ബന്ധുക്കളടുത്ത് വിളിച്ചു പറഞ്ഞു, എന്തായാലും ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങൾ തിരിച്ച് ലീവിന് വരുമ്പോഴത്തേക്ക് ഇത് തീർക്കാനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കി വെക്കണം, ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിന് എത്ര രൂപയാണെങ്കിൽ ഞങ്ങൾ ചിലവാക്കാം എന്ന് ശട്ടം കെട്ടിയിട്ട് എല്ലാവരും വിദേശത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പം ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു 10-50 സെൻറ്റ് പുറത്ത്, അല്ലെങ്കിൽ 50 സെൻറ്റ്, അതായത് കുറേ 50 സെൻറ്റ് വരുന്നുണ്ട്. ഇതിന് ചുറ്റിനും വേറെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റോഡ് സൈഡിലാണ്. അപ്പോൾ ഈ വീടിൻ്റെ 2 സൈഡിലും പുറകിലും ഒക്കെ ഒരുപാട് കൊച്ചു കൊച്ചു വീടുകളാണ്. അവരൊന്നും വലിയ സാമ്പത്തികം ഉള്ളവരൊന്നുമല്ല. ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും അന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്ക് അത്ഭുതം, ഞങ്ങൾക്ക് എത്രയോ വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത അനുഭവങ്ങൾ എങ്ങനെ ഈ വീട്ടുകാർക്കുണ്ടായി എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്തയായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഈ അനുഭവങ്ങൾക്കുണ്ടായി അടുത്ത വർഷം തീർക്കാമെന്നുള്ള ധാരണയുടെ പുറത്ത് ഇവർ നേരെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി. വിദേശത്ത് പോയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് പിന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അപ്പോഴത്തേക്കും ഈ ചുറ്റിനും താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. അവരിതേ കണക്ക് രൂപം അവരുടെ വീട്ടിനകത്തല്ല, പക്ഷേ ഈ വീട്ടിലെ ടെറസിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ആരോ താഴേക്ക് ചാടുന്നത് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന വീടാണ്. ഈ വീടിനകത്ത് പാത്രങ്ങൾ വീണ് ശബ്ദം ഉണ്ടാക്കുന്നു. അകത്ത് നിന്നുകൊണ്ട് ഇപ്പം ഈ ഇരിക്കുന്ന ഇതിന് പുറത്തുള്ളൊരു വീടാണ്. ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആരോ ഈ അകത്തിട്ടിട്ടാണ്, ആളില്ലാത്തതുകൊണ്ട് ലൈറ്റൊന്നുമില്ല. പുറത്തെന്തോ രാത്രി ഒരാളൊന്ന് വീട്ടിൻ്റെ പുറത്തുള്ള ലൈറ്റ് ഇട്ടിട്ട് പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ അകത്ത് വെട്ടം കാണുന്നു, ആൾക്കാർ നടന്നു പോകുന്ന നിഴലാട്ടം കാണുന്നുണ്ട്. കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ അത് ശ്രദ്ധിച്ച് നോക്കി നിൽക്കുമ്പോൾ ജനലിൽ വന്നിട്ട് ആളിങ്ങനെ അടിക്കുന്ന ശബ്ദം. അതായത് ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ആ വീടിൻ്റെ ജനൽ, നോക്കി നിൽക്കുകയാണെങ്കിൽ അകത്ത് നിന്നുകൊണ്ട് ആരോ ഇതിനകത്ത് അടിക്കുന്ന ശബ്ദം. ഇത് കേട്ട് പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ പകൽ പ്രശ്നമൊന്നും, രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളം കൊണ്ട് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഈ ചുറ്റുപാടും താമസിക്കുന്നവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ വീട് സൂക്ഷിക്കുന്ന അവരുടെ ബന്ധുവിനോട് പറഞ്ഞു, ഞങ്ങൾക്കും ഇപ്പം ബുദ്ധിമുട്ടാണ്, ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, ഈ വീട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അത് ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ വളരെ അന്നന്ന് ജോലി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അതുമല്ല ഞങ്ങളുടെ വീട്ടിലല്ല, ആ വീട്ടിലാണ് ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് അവരോട് പറയണം. അങ്ങനെ അദ്ദേഹം അവരെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ അയൽവക്കത്ത് ഉള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാകുന്നു, ഇതിങ്ങനൊരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്യാനുണ്ട്, അവർക്ക് ഈ പറഞ്ഞിടക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ വരാം, പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ കേസ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിങ്ങനെയുള്ള കേസുകളൊക്കെ പിടിച്ചുകൊണ്ടിരുന്നൊരു സ്വാമിയുണ്ട്. ഈ സ്വാമിയുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറഞ്ഞു, എങ്ങനെയാണ് അങ്ങേരെ അന്വേഷിച്ച് ഇത്തരം കേസ് വരുന്നത്, എനിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന എൻ്റെ അടുത്താരും അന്നത്തെ കാലത്ത് ആരും വരാറൊന്നുമില്ല. സ്വാമി ഒന്ന് എന്നെ വിളിക്കുന്നു, ഞാൻ സ്വാമിയായിട്ട് അവിടെ പോകുന്നു. അവിടെ പോയി നമ്മൾ പരിശോധിക്കുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം പ്രേതങ്ങളുടെ ഒരു വാസസ്ഥലമാണതെന്ന് മനസ്സിലാവുന്നുണ്ട്. ദുർമരണപ്പെട്ടു പോയിട്ടുള്ള ഒരു കൂട്ടം പ്രേതങ്ങൾ. ഇതിനെങ്ങനെ ഒഴിവാക്കണമെന്നുള്ളത് എനിക്കും സ്വാമിക്കും ഒരു വല്ലാത്തൊരു ഒരു ഒരു വിലങ്ങ് തടിയായിട്ട് മാറി. അത് എങ്ങനെയാണിതെന്ന് ഒരു പിടിയും കിട്ടുന്നൊരവസ്ഥ. കാര്യം ഒരുപാട് അപ്പം നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അവിടെ വന്ന് ഇത് പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിച്ചു വെച്ചാൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ അതൊന്നും വിജയിക്കാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രശ്നം ഇതിനെ ഒന്നും പിടിച്ചടക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ചുറ്റുപാടുമുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അവിടെ അവരെ വിളിച്ച്, അത് വിദേശത്തിരുന്നുകൊണ്ട് വിളിച്ച് ശട്ടം കെട്ടിയിരുന്നു. എങ്ങനെയായാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം തൽക്കാലം ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ചെയ്യാം. എന്തായാലും ഞങ്ങൾ 1 വർഷം എന്നുള്ളത്, അല്ലെങ്കിൽ 2 വർഷത്തെ ഒരിക്കൽ ലീവിന് വരുന്ന, എത്രയും പെട്ടെന്ന് ലീവ് സംഘടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ എത്താനുള്ള വഴി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൽക്കാലം മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. കാര്യം ഞങ്ങൾ കാരണം മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് അയാളോട് വിളിച്ചു പറഞ്ഞു. അയാളത് എന്നോട് വന്ന് പറഞ്ഞു. എന്തായാലും വിദേശികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇല്ലല്ലോ, മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ എന്തിന് അതിനകത്ത് ഇടപെടുന്നു, ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് തീർക്കാം എന്നുള്ളൊരു മനസ്സല്ല അവർ കാണിച്ചത്. അവർ പണം കൊണ്ട് സമ്പന്നരാണെങ്കിലും മനുഷ്യ സ്നേഹം കൊണ്ട് വളരെ പാവത്തങ്ങളാണ് അവർ അങ്ങനെ വിളിച്ചു പറഞ്ഞു, എത്ര രൂപയാണെങ്കിലും നമുക്കത് ചിലവാക്കാമെന്ന് പറഞ്ഞു. ശരി, അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാനും സ്വാമിയും പിന്നീട് അങ്ങോട്ട്. പക്ഷേ ഞങ്ങൾ അന്ന് വരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടും ഞങ്ങൾ ഏറ്റവും കൂടുതൽ അലഞ്ഞതുമായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പം അത് പറയണമെങ്കിൽ ഇനിയും ഒരുപാട് സമയമെടുക്കും. എന്തായാലും ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ടോ, അതെങ്ങനെയായിരുന്നു എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. നിങ്ങൾ ഈ പ്രേതങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം നമ്മളെ പ്രേതങ്ങളെന്ന് പറയുന്നത് നമുക്ക് പേടി ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ. പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹെഡ്ലൈറ്റിൽ ഒരു കാറ് പോകുന്നു, ഹെഡ്ലൈറ്റിൽ ഒരു രൂപ അവിടെ നിൽക്കുന്നു, അത് മുന്നിലേക്ക് ചാടുന്നു, കഴുത്തി പിടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ചില ബ്ലോഗർമാർ ഒരു പ്രേതമുള്ള വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കണ്ട് ഭയപ്പെട്ട് വരുന്ന സീനും ഒക്കെ അവരുടെ അടുത്ത് കാണിക്കുന്നു. ശരിക്കും അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യം. അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ചുറ്റുപാടുള്ള വീട്ടിലൊന്നും അന്ന് വരെ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീട് വെച്ചതിന് ശേഷം അവിടെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ എന്താണ്? അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരുണ്ടെങ്കിൽ പ്രേതങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത്, എങ്ങനെയൊക്കെ വരാം, ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണം, അതൊക്കെ ഞാൻ പറയുന്ന ഓരോ സംഭവങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം പ്രേതങ്ങളുടെ തോളിൽ കൈയിട്ട് നിങ്ങൾ നടന്നോളൂ. അതൊരു ചുക്കും നമ്മൾ ചെയ്യില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം. ഈ നമ്പറിൽ വിളിച്ചതിന് ശേഷം അത് കേട്ടിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. അതിനുശേഷം നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായും ഞാനത് പരിഹരിച്ച് തരികയും ചെയ്യാം. അതുപോലെ ഇപ്പം ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾക്ക് ജ്യോതിഷം അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നമുക്ക് തമ്മിൽ നേരിട്ടിരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു തരാം. അങ്ങനെ ഞാൻ പറഞ്ഞാൽ മതി, എന്നെ നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് വരാം. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെ വരുന്നവർ തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്, അവിടെയാണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വന്നോളൂ. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എന്നെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനവും തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.